മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. ഇതാണ് 79 റുപ്പീസിന്റെ കുർത്തി വരുന്നത് കേട്ടോ. ഒരു വീനെക്കില് വിചിത്ര സിൽക്കില് നല്ലൊരു പാർട്ടിവെയർ സിൽക്ക് മെറ്റീരിയലില്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് സൂറത്തിലാണ്. പക്ഷെ മലയാളം പറയണോ നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. മലയാളം നമുക്ക് പറയാം, കാരണം സൂറത്തിൽ നമുക്ക് മലയാളി സ്റ്റാഫ് തന്നെ ഉണ്ട്. എന്താണ് അവിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണത്? ഹായ്, എന്താണ് വിശേഷം? സുഖം സുഖം. ഈ ഒരു മുഖം നമുക്ക് ആദ്യമായിട്ടാണ്. എന്താ പറയാ പേര്? അശ്വിനി. അശ്വിനി. പക്ഷെ മലയാളത്തിൽ നമ്മൾ സംസാരിക്കും, കാരണം നമ്മൾ മലയാളത്തിൽ ഇവിടെ ചെറുപ്പം തൊട്ട് ജനിച്ചു വളർന്നിട്ടുള്ളതാണ്. പക്ഷെ മലയാളം എങ്ങനെ പഠിച്ചു? വീട്ടിൽ മലയാളം സംസാരിക്കും, അതുകൊണ്ട് മലയാളം പറഞ്ഞു. പക്ഷെ നമ്മൾ ഇതൊന്നല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് കാണിക്കാൻ പോണത് മൊത്തം കുർത്തീസ്. അതും സ്റ്റാർട്ടിംഗ് റേറ്റ് 79. ഞെട്ടിയില്ലേ? ഞാനും ഇതുപോലെ ഞെട്ടിയതാണ്. അപ്പൊ ഇന്ന് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് കാണിക്കാണ്ട്. 79 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. ഇതിനെല്ലാം നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സെറ്റ്. അപ്പൊ ഇത് നമുക്ക് സിംഗിൾ കുർത്തി ആയിട്ട് കിട്ടും, 2 പീസ് ആയിട്ട് കിട്ടും, 3 പീസ് ആയിട്ടും കിട്ടും. വിത്ത് ദുപ്പട്ട എടുക്കാം, അങ്ങനെയും കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ അടിപൊളി ഒരു കോട്ടന്റെ മെറ്റീരിയൽ. സ്ട്രേറ്റ് കുർത്തിയിൽ വരുന്ന യോക്കിൽ ഇതുപോലെ നല്ല അടിപൊളി ഒരു വർക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. വിത്ത് കോട്ടൺ ദുപ്പട്ട. അങ്ങനെ 3 പീസിന്റെ ഒരു സെറ്റ് ആണ്. ഇതിന്റെ റേറ്റ് അല്ല പറയണത്, സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്പറിലേക്ക് കോൾ ചെയ്യുക, അത്ര മതി കേട്ടോ. അപ്പൊ ഇത് മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാത്തിന്റെയും റേറ്റ് നമ്മൾ പറയണില്ല, കാരണം ഇത് ഹോൾസെയിൽ ആണ്. ബൾക്ക് ആയിട്ട് എടുക്കണം. കച്ചവടക്കാർക്ക് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റ് എടുത്ത് പറയുന്നില്ല കേട്ടോ. പിന്നെ അടുത്തൊരു കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റല് ഹക്കോബയില് ഡിജിറ്റലിന്റെ വർക്കാണ് ഓവറോൾ പോയിക്കുന്നത്. അത് പാന്റ് ആൻഡ് കുർത്തി, അത് ഷോർട്ട് കുർത്തി ടൈപ്പ് ആയിട്ടുള്ളത്, 3/4 സ്ലീവ് ആയിട്ടൊക്കെ വരുന്നത്. ഉള്ളില് വിത്ത് ലൈനിങ് എടുക്കാണ്. ഉള്ളിൽ വിത്ത് ലൈനിങ് എടുക്കാണ് കേട്ടോ പാൻറ്റിന്റെ വരുന്നത്. പിന്നെ ഞാൻ ഈ നിൽക്കുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് കാണിക്കാൻ നിവർത്തിയുള്ളൂ, കാരണം ഇവിടെ ഇഷ്ടംപോലെ തിരക്കുണ്ട്, കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ അവരൊന്നും നമുക്ക് ഫേസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ 2 ഫ്ലോർ മൊത്തം നിങ്ങൾക്ക് വേണ്ടി കളക്ഷൻസ് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻസ്. അപ്പോൾ ഒരു സൈഡിൽ മുക്കൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ്. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ, പറയോ കുട്ടി, മലയാളം പറയുന്നില്ല എന്ന് ഇനി പറയാം. അറിയാം. ഇത് വേറൊരു ഓഫീസ് വെയർ ടൈപ്പ്, ഒരു വീനെക്കൊക്കെ ആയിട്ട് കഴുത്തിലുള്ളതാണിത്. നോക്കിക്കോളൂ. ഇത് 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത്. അതുപോലെ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മേടിക്കണോ? പറ്റില്ല. എല്ലാം സെറ്റ് വൈസ് ആയിട്ടാണ് കിട്ടുന്നത്. 4 പീസ് 8 പീസ് അങ്ങനത്തെ സെറ്റ് ആണ് വരുന്നത്. കാരണം ഇത് ഹോൾസെയിൽ ആണ്, ബൾക്കാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന സൂറത്തിൽ സ്ഥലം ഞാൻ പറയാം. പിന്നെ ഇതൊരു ലീവ സർട്ടിഫൈ ആയിട്ടുള്ള ഒരു കുർത്തിയും കൂടിയാണ്. ഈ ലീവ സർട്ടിഫൈ എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി അടിപൊളിയായിരിക്കും, ഒരു സംശയമില്ല. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ എന്താണ് ലീവ എന്നുള്ളതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലീവ എന്ന് പറയുമ്പോൾ അടിപൊളി ക്വാളിറ്റിയുള്ള കുർത്തീസാണ്. അത് ബ്രാൻഡ് അല്ല, ക്വാളിറ്റിയുടെ ഒരു സർട്ടിഫൈ മാർക്കാണ് കേട്ടോ അത് കാണുന്നത്. സൈസസ് എല്ലാം കിട്ടും, M, L, XL, XXL. ഓക്കെ, ഇപ്പൊ നമുക്കൊരു കെട്ടൊന്ന് കാണണല്ലോ, എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ഇതിന്റെ? അപ്പൊ നമുക്ക് 4 പീസ്, 8 പീസ്, പിന്നെ 12 പീസ് അങ്ങനെ കെട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കെട്ട് എന്ന് പറയുമ്പോൾ സിബർ പാക്കിങ്ങിലുണ്ട്, സാധാ നോർമൽ പാക്കിങ്ങിലുണ്ട്, അങ്ങനെ പല പാക്കിങ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഒരു കെട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ലുക്ക് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാം. ഇതിന്റെ കറക്റ്റ് എക്സാക്ട് ആ കളർ തന്നെയാണോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്? ഇതാണ് ലുക്ക് വരുന്നത്. ഇനി ഇതിന്റെ കളർ എക്സാക്ട് സെയിം അത് തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പല കളേഴ്സിലായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 1 2 3 4 5 6 എണ്ണത്തിന്റെ ഒരു ഫുൾ സെറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു പാക്കിങ്ങിൽ വരുന്നത്. അത് 6 4 8 ഡിപ്പെൻസ് ആണ്. ഇതൊക്കെ പാർട്ടി വെയർ കോൺസെപ്റ്റിൽ വരുന്ന കളക്ഷൻസ്. അപ്പൊ കെട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ കെട്ട് ഫുൾ അങ്ങനെ തന്നെ മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം. അത് ഡയറക്റ്റ് ഇങ്ങോട്ട് വരണം. എവിടേക്ക്? സൂറത്തില് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അജ്മീറ ഫാഷൻ ചെയ്താൽ മതി, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് അവിടെ തന്നെ ഇവർക്ക് ഒരു റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് കൂടാണ്ട് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ തന്നെ വണ്ടി, അതും അജ്മീറ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് വേണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് വരും. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ഇവിടെ എത്തിച്ചേരാം. അതുപോലെ ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ ഇത് കൈയോടെ നമുക്ക് പൈസ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോവാം. ഇനി
ഡയറക്റ്റ് ഇപ്പൊ വരുന്നവർക്കാണെങ്കിൽ ഇതുപോലെ എടുക്കാം. അല്ലാത്തവരാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യണവർക്കാണെങ്കിൽ അവർക്ക് ഒരു 25,000 മിനിമം 25 to 30,000 പർച്ചേസ് ചെയ്യണം. പർച്ചേസിങ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. അത് ഓൺലൈൻ മേടിക്കുന്നവർക്ക്. ഓഫ്ലൈൻ ആണെങ്കിൽ ഒരു കെട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം, അതിനൊരു സംശയമില്ല. ഇനി അടുത്ത കളക്ഷൻ നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പേസ്റ്റലിൽ വരുന്ന നല്ലൊരു കോട്ടണിന് വരുന്നത് കണ്ടോ, അതിൽ വെറൈറ്റീസ് കളേഴ്സും ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. പാന്റ് ദുപ്പട്ട, സൈഡിൽ ഇങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റീസ്. അപ്പൊ ഇതിൽ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും തോന്നുന്നുണ്ട് അല്ലേ? സൈസസ് ആയിട്ട് മാറാം. സൈസസ് ഉണ്ട്. സെയിം കളർ വരുന്നെങ്കിൽ അതില് എല്ലാ സൈസസും കിട്ടും. ML, XL, XXL. ഡിഫറെന്റ് കളേഴ്സ് ആണെങ്കിൽ ഒരു സൈസ് ആണ് വരുന്നത്. അങ്ങനെ 2 ടൈപ്പ് ആയിട്ട് കിട്ടും. ഒന്നല്ലെങ്കിൽ സൈസസ് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സൈസസ് ഒരെണ്ണായിട്ട് ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഞാനൊരു അജ്മീറയുടെ ടൂർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പണ്ടത്തെ അജ്മീർ എന്നല്ല, ഇപ്പൊ പുതിയ അജ്മീറയാണ്. പല ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ ഓൺലൈൻ ടീം ഇരിക്കുന്നത് വരെ നിങ്ങൾക്ക് കാണും. നമ്മൾ വെറുതെ വാക്ക് പറയല്ല, ഓൺലൈൻ ടീമിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ടൂർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്താണ് അജ്മീർ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ ഈ കാണിക്കുന്നത് കുർത്തീസ് ആണ്. കുർത്തി മാത്രമല്ല ഇവിടെ കിട്ടും. ഇവിടെ എന്തൊക്കെ കിട്ടും? സാരി, ബ്ലൗസ്, ഡ്രസ് മെറ്റീരിയൽസ്, ലെഹങ്ക, കിഡ്സ് വെയർ, മെൻസ് വെയർ, എല്ലാ കളക്ഷൻസും. ഇനി സാരി എന്ന് പറഞ്ഞാൽ സാരീസിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അല്ലാതെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ വരും 45 റുപ്പീസ് ആണ് സാരീസ്. അത് തൊട്ട് ഇങ്ങനെ കയറി വരും. ഇതിപ്പോ 3,000 വരെയുള്ള സാരീസ് ഉണ്ട്, അവൈലബിൾ ആണ്. ഇനിയിപ്പോ കുർത്തീസിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ്? 79. അതൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. 79 കുർത്തീസ്. എന്റെ പൊന്നോ, ഇതാണ് 79 റുപ്പീസിന്റെ കുർത്തി വരുന്നത് കേട്ടോ. അപ്പൊ സിംഗിൾ ഒരു കുർത്തി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ 79 റുപ്പീസ് മാത്രമായിട്ട് കൊണ്ടുവന്ന ഈ ഒരു കുർത്തി കിട്ടില്ല. ഇത് കെട്ടായിട്ട് തന്നെ എടുക്കണം. ഇതിന്റെ ഓർഡർ എന്ന് വെച്ചാൽ ഒരു 100 പീസിന്റെ ഓർഡർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. കടക്കാർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് ഡിസൈൻസ് ആയിട്ടാണ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് മാത്രമല്ല ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇത് സൈസസ് ഒക്കെ ഇങ്ങനെ ഫ്രീ സൈസസ് XL ഉണ്ട്, XXL ഉണ്ട്, അങ്ങനെ സൈസസ് ഉണ്ട്. അങ്ങനെ സൈസസ്. അപ്പൊ 79ന്റെ കുർത്തി. പിന്നെ വരുന്ന വെറൈറ്റീസ് ഇതിപ്പോ നേരത്തെ നമ്മൾ കണ്ടതിന്റെ ഒരു പേസ്റ്റൽ ഒന്നുകൂടി ലൈറ്റ് ലെമൺ ഷെയ്ഡ് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഫുൾ കോട്ടണില്. അതുപോലെ തന്നെ പലാസോ ടൈപ്പ് ആയിട്ട്, പലാസോ അല്ല സാധാ പാന്റ്. അതിന്റെ പാന്റിന്റെ അടിയിലും ഇതുപോലെ തന്നെ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ദുപ്പട്ട അതൊന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ. ഫുൾ വർക്ക് അല്ലേ? ഫുൾ വർക്ക്, ചിക്കൻ കറി വർക്ക്, ഫുൾ ചിക്കൻ കറി വർക്ക്. ഇങ്ങനെ ഇട്ട് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. കണ്ടോ, ഫുൾ ഒരു ഓഫീസ് വെയർ, ടീച്ചേഴ്സ്, അങ്ങനെ പല ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവര് ഡയറക്റ്റ് വന്നാൽ കിട്ടില്ല. സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു ഇനി എന്തൊക്കെ നമുക്ക് കടയിലേക്ക് വെക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അതിന് ഇവര് ട്രെയിൻ വരെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇവരുടെ ബിസിനസ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യണം, എന്ത് ഐറ്റംസ് വെക്കണം, എങ്ങനെ ചെയ്യണമോ, അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് തരും. അതിന് വേണ്ടി എന്തൊക്കെ കൺഫ്യൂഷൻ, അതെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് തരും. ഫോൺ ചെയ്താൽ മതി. ഓൺലൈൻ ടീം കേട്ടോ. അപ്പൊ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് എല്ലാ സംശയത്തിനും. ഇനിയിപ്പോ മലയാളികള്, നമ്മളിപ്പോ മലയാളത്തിലാണ് സംസാരിക്കുന്നത്, വേറെ ഏതെങ്കിലും ഭാഷക്കാരാണ് ഇത് കാണണമെന്ന് വെച്ചാൽ അവർക്കും പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഭാഷയിലുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാനായിട്ട് ഫുൾ ഓൺലൈൻ ടീം ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നതാണ്. അടുത്ത ഒരു അടിപൊളി ഹെവി പീസ് എനിക്ക് കണ്ടപ്പോ തൊട്ട് ഇങ്ങനെ, ഇത് ഗൗണെന്ന് തോന്നുന്നു. അതെ, വാവ്, അടിപൊളി ഒരു അനാർക്കലി സ്റ്റൈൽ ഗൗൺ അല്ല, ഇത് കുർത്തീസ് തന്നെയാണ് കേട്ടോ. ഇത് ആക്ച്വലി 4 പീസിന്റെ ഒരു സെറ്റ് ആണ് വരുന്നത് കേട്ടോ. വിത്ത് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട, വിത്ത് ദുപ്പട്ട. പിന്നെ ഒന്നുകൂടിയും ഇതിന് പാർട്ടി വെയർ ലുക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബെൽറ്റ് ഇങ്ങനെ വെക്കാം. ഇത് ബെൽറ്റ് വിത്ത് ഇങ്ങനെ മാത്രം മതി എന്ന് വെച്ചാൽ ഇങ്ങനെ മാത്രം നമുക്ക് ഇട്ടിട്ട് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു ദുപ്പട്ട മാത്രമായിട്ട് വേണമെങ്കിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4 പീസിന്റെ സെറ്റ് ആണ്. ഇതിന് കൂടെ ഒരു പാന്റും കൂടി ഇതിന്റെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ പല കളേഴ്സ്, പല സൈസിലും. ഇത് നല്ല തുണിയല്ലേ, നല്ല സോഫ്റ്റ് തുണിയാണ്, നല്ല സോഫ്റ്റ്, നല്ല കംഫർട്ടബിൾ. ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. ജോർജറ്റിൽ ഫുൾ ഇതിൽ പ്രിന്റ് വർക്കാണ് കേട്ടോ ഓവറോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റീസ് ഇഷ്ടം പോലെ നമുക്ക് ഇപ്പൊ ഫെസ്റ്റിവൽ ടൈം ആണ്. അപ്പൊ ഇഷ്ടം പോലെ വെറൈറ്റീസ് കളക്ഷൻസ് ആണ് ഇതൊക്കെ. ഇങ്ങനെ ഫെസ്റ്റിവൽസ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിപൊളിയൊരു ഐറ്റം ആണല്ലോ. ബാഗോ, ചെറിയൊരു ബാഗ്, പോട്ട്ലി ബാഗ് കേട്ടോ. ഇതിന്റെ കൂടെ പോട്ട്ലി ബാഗ് ഉണ്ട്. കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നാലൊക്കെ ഒന്ന് രസം ഉണ്ടാവുള്ളൂ കാണുമ്പോ. കണ്ടോ, നല്ലൊരു പോട്ട്ലി ബാഗ്. നമുക്ക് ബാഗ് ഇത് മൊബൈലൊക്കെ ഇട്ട് പോകാനായിട്ട് ഉള്ളൊരു ബാഗും കൂടി ഉണ്ട്. അതിന്റെ കൂടെ ഒരു ബെൽറ്റ്,
പിന്നെ ഇതിന്റെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ലുക്ക് ഒന്ന് കാണണ്ടേ? ആ, നല്ലൊരു പാർട്ടിവെയർ സിൽക്ക് മെറ്റീരിയലില്. അതെ. പിന്നെ ഇന്നർ അടക്കാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ വൃത്തിയുടെ ഉള്ളിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിന് കൂടെ വരുന്ന പാന്റ്. അപ്പൊ നമ്മുടെ മലയാളി കുട്ടി ഇവിടെ തന്നെയാണോ ജനിച്ചത് വളർന്നതൊക്കെ? പേര് അശ്വിനി. അശ്വിനി എത്ര 2 മക്കളാ? കണ്ട പറയില്ല. അപ്പൊ അജ്മീരിൽ ഇപ്പൊ കുറച്ച് നാളായി, പക്ഷെ കുറച്ച് നാളല്ല, കുറച്ച് കൊല്ലങ്ങളായി ഓൺലൈൻ ടീമിലാണ് ഇരിക്കണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ ഹരിനെ കാണിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ഈ ഹരി മാത്രമുള്ള മലയാളി എന്ന്. അല്ല, ഇവിടെ ഇനിയും കുറെ സ്റ്റാഫ്സ് ഉണ്ട്. അപ്പൊ ഓരോരോ കസ്റ്റമേഴ്സ് ആയിട്ട് ബിസി ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളി സ്റ്റാഫ് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അശ്വിനെ പിടിച്ചോടുന്നത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ യൂണിഫോം തരുന്ന നമ്പർ എന്റെ നമ്പർ ആണ്. എന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ നമ്പർ അല്ല, അജ്മീറ ഫാഷന്റെ നമ്പർ ആണ്. അതില് ഞാൻ അവൈലബിൾ ആയിരിക്കും. അതെ, അല്ല എന്റെ നമ്പർ ആന്ന് പറയുമ്പോ പിന്നെ രാത്രി 11-12 എങ്ങനെയാണ് സുഖാണോ കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. അപ്പൊ തെറ്റിദ്ധരിക്കണ്ട, രാത്രി സമയത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. ഫോൺ 6:30 വരെയുള്ളൂ ടൈമിംഗ്, 9 to 6:30. ആ സമയത്ത് നിങ്ങൾക്ക് അജ്മീറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ സംസാരിച്ചോ. ഇനി ഇത് 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വേണ്ടത്. അടിപൊളി ഒരു ഫുൾ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള യോക്കില്. അത് ദുപ്പട്ട ഇതിന്റെ കൂടെ ഉണ്ട് അല്ലേ? അതെ. ഓ, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. അങ്ങനെ അപ്പൊ ഇതിന്റെ വെറൈറ്റീസ് ഞാൻ ജസ്റ്റ് കുറച്ചെടുത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ വെറൈറ്റീസ് എന്ന് അറിയിക്കാൻ വേണ്ടി. പാർട്ടി വെയർ ടൈപ്പ് ഒരു വീനെക്കില് വിചിത്ര സിൽക്കില്, അതും ഓർഗൻസര് ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു യോക്കില് വർക്ക് വന്നിട്ടുള്ളത്. ഓവറോൾ ബാക്കിലും ആ ഒരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ 3/4 ആണ് സ്ലീവ്. നല്ല അടിപൊളി പാർട്ടി വെയറിലെ ഫുൾ അടി വരെ കോൺട്രാസ്റ്റ് ആണ് പാന്റ് വരുന്നത്. കോൺട്രാസ്റ്റ് പാന്റ്, ദുപ്പട്ട ഇല്ല കേട്ടോ ഇതിന്റെ കൂടെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ സംഭവം അല്ലേ? അതെ. നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ മസ്റ്റേർഡ് യെല്ലോ. അതില് ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു യോക്കിൽ ഇത് കാണുന്നത് മൊത്തം നെക്ക് ലൈനിൽ ഫുൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് മിറർ വർക്കാണ്. അതുപോലെ ജോർജറ്റിന്റെ മെറ്റീരിയൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. ഇത് മലയാളികൾ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാ സ്റ്റേറ്റിൽ വെച്ച് ഇത് ഇതിന്റെ കൂടെ വരുന്ന ഒരു ദുപ്പട്ടയുടെ കളക്ഷൻ ആണ്. ഇവിടെ മലയാളി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, എല്ലാ ലാംഗ്വേജുകാർക്കും എല്ലാ സ്റ്റേറ്റുകാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എല്ലാ സ്റ്റേറ്റുകാർക്കും ഇവിടെ കളക്ഷൻസ് കിട്ടും. ഇനി മലയാളം നമ്മുടെ കേരളത്തിന്റെ ഉള്ള ടേസ്റ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റിലുള്ള ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. കൗണ്ടർ മൊത്തം നിറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് വന്ന് പറ്റുള്ളൂ. കാരണം കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ ടേസ്റ്റ് എന്താണ് നമ്മൾ നോക്കി എടുക്കാം കേട്ടോ. കോട്ടന്റെ ഒക്കെ നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഫ്രോക്ക് അല്ല കേട്ടോ, നൈറ കട്ട് ടൈപ്പ് ആയിട്ട് സൈഡിൽ ഇങ്ങനെ കട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിങ്ങും വന്നിട്ട്. പിന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിന്റെ അടിപോഷനും അഫ്ഗാനി പാന്റും ആണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ ഒരു പാകിസ്ഥാനി ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട നോക്കട്ടെ. ഇതാണ് കേട്ടോ, സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഷിബോരിയുടെ ദുപ്പട്ട വരുന്നത് കണ്ടോ. പിന്നെ ഇങ്ങനെയാണ് കളക്ഷൻ. ഇതിനുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞത് 4 പീസിന്റെ ഒരു സെറ്റ് ആണ് ഇത് വരുന്നത്. അപ്പൊ വിത്ത് ബെൽറ്റ് അടക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ഇടാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ഇടാം. 2 സ്ഥലത്ത് വേണമെങ്കിൽ ഇടാം. പക്ഷെ ആരും അറിയാൻ പോകുന്നില്ല, നമ്മുടെ അല്ലേ. അപ്പൊ ഇതൊരു വെറൈറ്റി കളക്ഷൻസ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഹക്കോബ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു കോൺസെപ്റ്റ്. ഇതിന്റെ ഇത് അഫ്ഗാനി ടൈപ്പ് ആയിട്ടാണ് തോന്നുന്നുണ്ടല്ലേ. സ്ലീവ് ബലൂൺ സ്ലീവ് ആണ്, എലാസ്റ്റിക് വെച്ചിട്ടുള്ളത്. ഒരു പഫ് സ്ലീവോട് കൂടിയിട്ടാണ്. അതിന്റെ കൂടെ ഒരു പാന്റ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇത് വരുന്ന കളക്ഷൻസ്. അപ്പൊ ഇങ്ങനെ ഇത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് സിൽക്ക് ടൈപ്പില്. വാവ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ. സ്ട്രേറ്റ് കുർത്തീസിൽ വരുന്നതാണ് ചന്തേരിയില്. അതുപോലെ തന്നെ യോക്കിൽ അത്യാവശ്യം ഫുൾ വർക്ക്, ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. അതില് പാന്റിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിന്റെ അടിയിൽ ഇത്രയ്ക്കും വീതിയിൽ ഇതിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ ഇതിന്റെ ഒരു ദുപ്പട്ട ഏതൊരു ഫംഗ്ഷന് ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത്. കളക്ഷൻസ് നല്ലൊരു അടിപൊളി ഷെയ്ഡ്.
സൂപ്പർ മെറൂൺ കളർ. മറൂൺ കളർ. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു, എന്തായാലും ഓപ്പൺ ആയിട്ട് പറയാം. കണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒറിജിനൽ അല്ലേ? അതെ അതെ. ഉറപ്പല്ലേ? വെച്ച കണ്ണൊന്നുമില്ലല്ലേ? ഞാൻ കുറെ നേരമായി പറയണത് വിചാരിച്ചിരിക്കുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അശ്വിനി താങ്ക് യു. ഇനി വെറൈറ്റീസ് ഉണ്ട് കാണിക്കാനായിട്ട്. പക്ഷെ എത്ര രൂപയ്ക്ക് എടുക്കണം, എങ്ങനെ എടുക്കണം, ട്രാൻസ്പോർട്ട് വരുമ്പോൾ നമുക്ക് സേഫ് ആണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാല് നമ്മള് KRS അല്ലെങ്കിൽ VRL ട്രാൻസ്പോർട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിലൊരു പ്രോബ്ലം ഇല്ല. ബിൽറ്റി കിട്ടും. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബിൽറ്റി കൊടുക്കുന്നത് ഞങ്ങള്. അപ്പൊ അതിൽ ട്രാക്കിംഗ് അഡ്രസ് എല്ലാം കൊടുത്തിരിക്കും. ഇനി നമ്മുടെ കയ്യിലെത്തുന്നവരെ ഇത് സേഫ് ആണോ? സേഫ് ആണ്. ഇവിടുന്ന് കംപ്ലീറ്റ് ഇൻഷുറൻസ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ നടുക്കിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളാണ് ബെയർ ചെയ്യുന്നത്. അപ്പൊ ഇൻഷുറൻസ് ആയിട്ടാണ് ഇവിടുന്ന് പ്രൊഡക്റ്റ് പോകുന്നത്. ഓക്കെ. ഇനിയിപ്പോ ഇങ്ങനെ ട്രാൻസ്പോർട്ടിന്റെ പൈസ നമ്മൾ കൊടുക്കണോ? അതെ അതെ. ട്രാൻസ്പോർട്ട് ചാർജസ് കസ്റ്റമർ തന്നെ പേ ചെയ്യണം. അതെങ്ങനെയാ? 1 കിലോന് പെർ kg 11 to 15 rupees ആണ് വരുന്നത്. അപ്പോൾ ഒരു 25,000 പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ചാർജസ് 800 rupees-നകത്തെ വരത്തുള്ളൂ. ട്രാൻസ്പോർട്ട് ചാർജ് വരുന്നത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഐറ്റംസ് എന്താണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും വെയിറ്റ്. ഇപ്പൊ ലെഹങ്ക എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹെവി കളക്ഷൻസ് ആയിരിക്കും. അതുപോലെ തന്നെ കുർത്തീസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് കുറയും. അനുസരിച്ചാണ്. കോട്ടൺ ഒക്കെ ആകുമ്പോൾ പിന്നെയും അങ്ങനെ ഓരോരോ തുണിക്കും വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ കൂടുതൽ വെയിറ്റ് ഇല്ലാത്ത സാധനം എടുക്കുകയാണെങ്കിൽ കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് റെയിൽവേ സ്റ്റേഷനടുത്ത്. ഏത് റെയിൽവേ സ്റ്റേഷൻ? സൂറത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് സുറാന 101 സഹാര ദർവാജ റിംഗ് റോഡിലാണ് അജ്മീർ. ഇത് ഓട്ടോറിക്ഷയിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. 10 രൂപയുള്ള ഒരാൾക്ക് കേട്ടോ. ഒരു ഓട്ടോയിൽ കയറാനല്ല, ഒരാൾക്ക് പെർ ഹെഡ് ആണ് 10 രൂപ. അപ്പൊ 3-4 ആളായിട്ട് വരായാലും നമുക്ക് ഇവിടെ 10 രൂപ കൊടുത്താൽ മതി ഒരാൾക്ക് കയറാൻ. ഇനി എന്തെങ്കിലും സംശയം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ടീമുകാർ എടുക്കാണ്, ഭാഷക്കാർ എടുക്കാണ്, ഇപ്പൊ ഇവര് എൻഗേജഡ് ആണ്. കാരണം നമ്മൾ മാത്രമല്ല വിളിക്കുന്നത്, കുറെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വേറെ വല്ല അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ നമ്പറിലേക്ക് കോൾ ചെയ്താലും മതി. പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പൈസ നിങ്ങളുടെയാണ്, നിങ്ങൾ നേരിട്ട് വന്നേ പറ്റുള്ളൂ. കാരണം ഞങ്ങള് വീഡിയോ എടുക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ വരെ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കട ഉണ്ടെങ്കിൽ നിങ്ങളുടെ കടയിലേക്ക് വെക്കാനുള്ള ഐറ്റംസ് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വരിക, വിസിറ്റ് ചെയ്യുക, നോക്കുക, തുണികൾ ഇഷ്ടപ്പെടുക, നേരിട്ട് കൊണ്ടുപോയി കയ്യോടെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാ. ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അജ്മീറ ഫാഷൻസ്. അപ്പൊ അശ്വിനി കുട്ടി താങ്ക് യു സോ മച്ച്. മലയാളി കുട്ടി എന്ന് പറയാം. അത് പറയുമ്പോ ഒരു സുഖം. ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി.